ഹായ്. നമ്മുടെ ലൈഫില് പലപ്പോഴും ഒരു ആശ്വാസത്തിന് അല്ലെങ്കിൽ എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരോടും തുറന്നു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും കുറച്ചു കാലം കഴിഞ്ഞാല്. അത്തരത്തിലുള്ള ഒരു 6 കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പാർട്ട്ണറുമായിട്ടുള്ള ഇഷ്യൂ, ഹസ്ബൻഡുമായിട്ടോ വൈഫുമായിട്ടോ ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായേക്കാം. സ്വാഭാവികമായിട്ടും 2 ദിവസം കഴിഞ്ഞിട്ട് അത് മാറുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഇടയിൽ എടാ ഇന്ന് അങ്ങനെ ഉണ്ടായി, ഇന്ന് ഇങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, എന്റെ വൈഫ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങള് ഫ്രണ്ട്സിന്റെ അടുത്ത്, റിലേറ്റീവ്സിന്റെ അടുത്ത്, അല്ല അയൽവാസി ചേച്ചിയുടെ അടുത്തൊക്കെ പോയിട്ട് തുറന്നു പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തിയേക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ഫലമായിരിക്കില്ല അതിന് കിട്ടുക. മിക്കവാറും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് പറയാം. പണ്ട് ഇതുപോലെ ഞാനൊരു പ്രശ്നം എന്റെ ഒരു അയൽവാസി ഫ്രണ്ടിന്റെ അടുത്ത് പറയുകയായി. അപ്പോ അവൾ എന്ത് ചെയ്യാണെന്നറിയോ? അയ്യോ ആണോ, നീയും ഹസ്ബൻഡും തമ്മിൽ ഇങ്ങനെയാണോ? ഞങ്ങൾ അങ്ങനെയൊന്നല്ല, ഞങ്ങൾ വളരെ ലക്കി പാർട്ട്നേഴ്സ് ആണ്, ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ. എവിടെ, അവരെ യഥാർത്ഥ അവസ്ഥ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്റെ മുന്നിൽ നിന്ന് അവര് ഷോ കാണിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള 1-2 ആഴ്ച ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനം എന്റെ മുന്നിൽ നിന്ന്. അപ്പോ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലത്തെ ഒരു അനുഭവങ്ങൾ, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊളാക്കി കയറ്റുന്ന അനുഭവങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാകും. സോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും ആരും എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാരോടും പറഞ്ഞ് നടക്കരുത്. പകരം നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും കുറച്ച് കൗൺസിലിംഗ് അറിയുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനോടോ ഒക്കെ ഒന്ന് പോയി പറയുക. അവരുമായി മാത്രമേ ഇത്തരം കാര്യങ്ങൾ, അതായത് ഓരോ കാര്യവും അതിന്റെ എക്സ്പേർട്ടുമായിട്ട് മാത്രം സൊല്യൂഷൻ ആലോചിച്ച് ശരിയാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ 100% നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാത്രമേ അവര് മെസ്സേജസ് തരുള്ളൂ എന്നുള്ള റെയർ ആയിട്ടുള്ള ഒരാളോട് മാത്രമേ ഇത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ നിങ്ങൾ ആരോടും പറയരുത്. മിക്കവാറും ആളുകൾക്ക് ഒരു 3-4 ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങുകളായിട്ടോ ആയിരിക്കും നടക്കുക. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മൾ പെട്ടെന്ന് കരയുന്ന ആളായിരിക്കാം, പെട്ടെന്ന് ദേഷ്യം പെടുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിറത്തെക്കുറിച്ചോ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ നമ്മുടെ പാരന്റ്സിന്റെ അവസ്ഥയെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പ്രൊവോക്കഡ് ആവും, നമ്മൾ ഹെഡ് ബ്രോക്കൺ ആവും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന എല്ലാ കാലവും നമ്മളോട് കൂടി ഇതേ ബന്ധത്തിൽ നിൽക്കണമെന്നില്ല. ഇവര് തെറ്റിപ്പിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ തെറ്റുന്ന സമയത്ത് നമ്മുടെ വീക്ക്നെസ്സുകൾ എടുത്ത് അവര് പിറകീന്ന് കുത്തിയ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ചുമ്മാ അങ്ങ് പറയുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ടാവും വീക്ക്നെസ്സുകള്. ആ വീക്ക്നെസ്സുകളിൽ കയറി പിടിച്ച് ഒരു തന്ത്രം മെനയുന്ന ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് കിട്ടിയ ഫലങ്ങൾ കിട്ടിയ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. സോ നിങ്ങളുടെ വീക്ക്നെസ് ആരോടും പറയാതിരിക്കുക. ഇനി മൂന്നാമതൊരു കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ എവിടുന്നെങ്കിലും ഇൻസൾട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു പബ്ലിക് സ്പേസിൽ നിന്നോ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നോ എവിടുന്നെങ്കിലും ഇൻസൾട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരോടും ഒരു ആശ്വാസത്തിന് എന്നുള്ള നിലയ്ക്ക് തുറന്നു പറയാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിവ് എന്ന് പറയുന്നത് കൊടുക്കും തോറും, സ്പ്രെഡ് ചെയ്യും തോറും കൂടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെയാണ് അപമാനം എന്ന് പറയുന്നതും സ്പ്രെഡ് ചെയ്യും തോറും കൂടുന്ന ഒരു കാര്യമാണ്. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു ചിരിക്കാനുള്ള അവസരം മാത്രമാണ് ആ ഇൻസൾട്ട് ആയ കാര്യം ഷെയർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇതാരോടും പറയരുത്. ഒരു പക്ഷേ നിങ്ങൾ ദരിദ്രരായിരിക്കാം, അല്ലെങ്കിൽ റിച്ച് ആയിരിക്കാം. ഇത് രണ്ടും തുറന്നു പറയുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി നിങ്ങൾ പുവർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ്, പിന്നെ നിങ്ങളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതൊക്കെ ഏൽപ്പിക്കാൻ ആളുകൾക്ക് ഒരു മടി ഉണ്ടാവും. പല സ്ഥലത്തു നിന്നും നിങ്ങൾ ഔട്ട് ആവുന്നത് കാണാം. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആളാണ്, അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് എടുത്താലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരുമോ? അല്ലെങ്കിൽ എന്തുണ്ട്, ഞങ്ങളോട് അതാ വരുന്നുണ്ട് ഇപ്പൊ കടം ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ കുറെ പരാധീനതകൾ പറയാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആ സ്ഥലത്തുനിന്നേ നിങ്ങളുടെ ഫ്രണ്ട്സ് സ്കൂട്ടാവുന്നത് കാണാം. നിങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിൽ ഇതാരോടും ഷെയർ ചെയ്യണ്ട. അതിനെ മാറ്റാനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ചിലർ റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്, എനിക്ക് ഇത്ര വരുമാനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, എനിക്ക് ഇത്ര സ്ഥലമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ആക്കി നടക്കും, ഒരു പൊങ്ങച്ചം പോലെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക വെച്ചാല്, ചില ആളുകള് നിങ്ങളെ സ്നേഹം നടിച്ച് കൂടെ കൂടും. നിങ്ങളുടെ അടുത്തുള്ള പണം എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് തട്ടിയെടുക്കുകയും ചെയ്യും.
അതല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളിൽ ചിലർക്ക് അസൂയ ഉണ്ടാവുകയും വെറുതെ തന്നെ ശത്രുക്കളെ സമ്പാദിക്കുകയായിരിക്കും ചെയ്യുക. ചിലപ്പോൾ നമുക്ക് അത്രയൊന്നും പൈസ ഉണ്ടാവില്ല, എന്നാൽ കൂടി വെറുതെ ആളുകളുടെ അസൂയയും ശത്രുതയൊക്കെ സമ്പാദിക്കും നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്. അതായത് നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് ചേരാൻ പോവുകയാണ്, വിദേശത്തേക്ക് പോവുകയാണ്, ഒരു PSC കോച്ചിങ് ക്ലാസ്സിന് ചേരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സാധനം, നല്ല വിലയുള്ള ഒരു സാധനം വാങ്ങാൻ പോകുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരാളോട് പെട്ടെന്ന് ഷെയർ ചെയ്യരുത്. എന്താ വെച്ചാല് 90% ആളുകളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന വിധത്തില്, അയ്യോ ആ സ്ഥലത്തേക്ക് പോകണ്ട, അവിടെ നിന്ന് എല്ലാവരും ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയാണ്, അവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല, അവിടെ ജീവിക്കണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് ചേർന്നാൽ ഇപ്പൊ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല, അതൊന്നും ഇപ്പൊ ആർക്കും കിട്ടില്ലെന്നേ, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വരെ പിന്നെ അതിൽ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട അവസ്ഥയാണ് ഉണ്ടായത്. ഇങ്ങനെ നിങ്ങളെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ള വർത്താനായിരിക്കും നിങ്ങൾ ആത്മവിശ്വാസം. പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, അയ്യോ ഇതിപ്പോ എനിക്ക് കിട്ടില്ലേ, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഗുണം ഉണ്ടാവില്ലേ, ഈ സംശയത്തോടു കൂടിയായിരിക്കും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അതിന് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫെയിൽ ആവുകയും ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇനി അവസാനത്തെ കാര്യവും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരോടും പറയരുത്. ഒരു മാതൃകയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇടത് കൈ കൊണ്ട് കൊടുക്കുന്ന വലത് കൈ അറിയരുത്, അങ്ങനെയല്ലേ, അങ്ങനെ പറയുന്ന കേൾക്കാലോ. അപ്പൊ അതുപോലെ നിങ്ങൾ ഈ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് പിന്നെ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ പ്രശസ്തി കർമ്മയിലേക്കാണ് അത് മാറ്റപ്പെടുന്നത്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള കുറെ മോശം കാര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ, അതായത് ബാലൻസ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് ചാരിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ബാഡ് കർമ്മ നമ്മളിൽ നിന്നും അകന്നു പോകണമെങ്കിൽ ചാരിറ്റി ചെയ്ത വിവരം പുറത്തേക്ക് ആരോടും പറയാതിരിക്കുക. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കൊടുത്ത ആൾക്ക് എത്ര വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിന്ന് ആ ദാനം വാങ്ങിയ ആളുകൾ എത്ര സങ്കടത്തോടെ ആയിരിക്കും, എനിക്ക് അവസ്ഥ വന്നല്ലോ, ഞാൻ ഒരാളുടെ ഔദാര്യം സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടമാണ് അവരുടെ മനസ്സിലുണ്ടാവുക. അല്ലാതെ നിങ്ങൾക്ക് നന്നായി വരട്ടെ എന്നുള്ള അനുഗ്രഹമല്ല ചൊരിയുക. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുക. ഈ 6 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സക്സസ് ആവാൻ കഴിയും എന്നുള്ളതാണ്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ, ഇനി പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പുറത്തു പറഞ്ഞിട്ട് പണി കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. താങ്ക് യു.